ഹലോ ഗുഡ് ഈവനിങ് ഓഡിബിൾ അല്ലേ? ഹലോ. ഓക്കെ. കേൾക്കാം. നമ്മൾ ലാസ്റ്റ് ഡേ സൂപ്പർവൈസ്ഡിൽ SVM ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നത്. അതെ അതെ. പ്രൈസിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് വരെ പറഞ്ഞായിരുന്നു. ആ എനിക്കൊരു ഗ്രസറും ഉണ്ട്, ക്ലാസിഫയറും വരുന്നുണ്ട്. ഹോഴ്സ് പ്രൈസ് പ്രൊഡിക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫയൽ നെയിമും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. പ്രൈസ് പ്രൊഡിക്ഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. പ്രൈസിൻ്റെ പ്രൈസ് അല്ല, ക്ലാസിഫയർ ആയിരിക്കും വരുന്നത്. ഓക്കെ. ചോയ്സ് പ്രൈസ് പ്രൊഡിക്ഷൻ ജസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ലീനിയറും ഉണ്ട് നോൺ ലീനിയറും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പെർഫെക്റ്റ്ലി സിംഗിൾ ലൈനും കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലീനിയർ SVM ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആ ഒരു കേസിൽ. നോൺ ലീനിയർ SVM എന്ന് പറയുമ്പോൾ ലീനിയർലി സെപ്പറബിൾ അല്ലാത്തതിനെ, അതായത് നമ്മൾ ചിലപ്പോൾ നോൺ ലീനിയർ കേണൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ RVM എന്നൊക്കെ പറയുന്ന കേണൽസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ആ കേണൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നോൺ ലീനിയർ SVMന്റെ കേസിൽ നമ്മൾ കേണൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ അതേപോലെ നമുക്ക് രണ്ട് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്, സിയും ഗാമും. നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. സി എന്ന് പറയുന്നത് റെഗുലറൈസേഷൻ പാരാമീറ്റർ എന്നും സീനെ പറയൂ കേട്ടോ. ഓക്കെ, അത് അടയ്ക്കാം. ബെറ്റർ. റിഗ്രഷനും ക്ലാസിഫിക്കേഷനും യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് when data is perfectly linearly separable. Data നമ്മൾ ലീനിയർ SVM യൂസ് ചെയ്യും. ഇനി നോൺ ലീനിയർ SVM ആണെങ്കിൽ നോൺ ലീനിയർ SVM is used for data that is not ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് എന്ത് പറയുന്നത്, നോൺ ലീനിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ചിലതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കേർണൽസ് യൂസ് ചെയ്യും. non-linear kernels are used for such data. ബ്രാക്കറ്റിൽ എക്സാമ്പിൾ കൊടുക്കാം. അതായത് RPM എന്ന് പറയുന്നത് ഒരു കേണലാണ്. നമ്മൾ ഇതേപോലെ കേണൽസ് വെച്ച് യൂസ് ചെയ്യും കേട്ടോ. കേണൽസ് എന്താണെന്ന് മനസ്സിലാവും. ഇനി നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത് രണ്ട് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണ്. ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രെഡിക്ഷനിൽ നല്ല വേരിയേഷൻസ് വരുത്താൻ പറ്റും, അല്ലെങ്കിൽ നല്ല ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇപ്പോൾ പോസിറ്റീവ് ആയിരുന്ന ഡാറ്റയ്ക്ക് നെഗറ്റീവ് ആക്കാൻ വരെ എന്താണ് കേപ്പബിലിറ്റി ഉള്ള പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി രണ്ട് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണുള്ളത്, സിയും ഗാമയും. അതിൽ
സീനെ നമ്മൾ പറയുന്നതാണ് എന്ത് റെഗുലറൈസേഷൻ പാരാമീറ്റർ എന്ന് പറയും. is otherwise called regularization parameter. റെഗുലറൈസേഷൻ പാരാമീറ്റർ എന്ന് സീനെ പറയും. സീൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ എന്താണ് ഓവർ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സീൻ്റെ വാല്യൂ ഭയങ്കര ലോ ആണെങ്കിൽ എന്താണ് അണ്ടർ ഫിറ്റിംഗ് വരാനുള്ള ചാൻസും ഉണ്ട്. സോ ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഇഫ് സി ഈസ് ഹൈ ഓവർ ഫിറ്റിംഗ് may occur വേണ്ട ഓവർ ഫിറ്റിംഗ് occurs. ഇഫ് സി ഈസ് ലോ അണ്ടർ ഫിറ്റിംഗ് ആയിരിക്കും ഒക്കെ ചെയ്യുന്നത്. അണ്ടർ ഫിറ്റിംഗ് ഒക്കേഴ്സ്. സോ സീൻ്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. സോ എന്തായിരിക്കണം സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? മീഡിയം വാല്യൂ ആയിരിക്കണം സിക്ക് വേണ്ടത്. ഇനി ഗാമ ഹൈ ആണെങ്കിൽ നിയറസ്റ്റ് പോയിന്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഗാമ ലോ ആണെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് കുറവുള്ള, ഓക്കെ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. ഗാമ ലോ ആണെങ്കിൽ അതിൽ ഔട്ട്ലയേഴ്സ് ഒന്നും ഇല്ല എന്നാ പറയാ കേട്ടോ. നേരെ ഓപ്പോസിറ്റ്. ഗാമേൻ്റെയും കൂടെ ആഡ് ചെയ്യാം അല്ലേ. ഗാമ ഈസ് ഹൈ, ഗാമ ഹൈ ആണെങ്കിൽ നിയറസ്റ്റ് പോയിന്റ്സ് ഈസ് കൺസിഡർഡ് ആൻഡ് ലോ ഗാമ ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കുന്നത്. പെർഫെക്റ്റ് വെരി ഔട്ട്ലയേഴ്സിന് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെഗറ്റീവ് ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് തിയറി ആയിട്ട് പറയാനുള്ളത്. നമുക്കിനി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് പാണ്ടാസിൽ തുടങ്ങാം അല്ലേ. സോ ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ വിഷ്വലൈസേഷൻ വേണം. ഇമ്പോർട്ട് matplotlib dot pyplot as plt കൊടുക്കുക. ദെൻ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ numpy വേണം. സോ ഇമ്പോർട്ട് numpy ആസ് np കൊടുക്കുക. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം. ഇതേപോലെ ലേബിൾ എൻകോഡറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും വേണം. സോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രം sklearn dot pre-processing ഇമ്പോർട്ട് എന്ത് ചെയ്യുക, ലേബിൾ എൻകോഡർ കൊടുക്കാം. ലേബിൾ എൻകോഡർ കൊടുക്കുക. അതേപോലെ ഫ്രം sklearn dot മോഡൽ സെലക്ഷനിൽ നിന്ന് ഇമ്പോർട്ട് ഇത് കൊടുക്കുക. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഇതാണ് നമ്മൾ മാറ്റ്പ്ലോട്ട് ഇപ്പോൾ സീബോൺ ഇമ്പോർട്ട് ചെയ്തിട്ട് അല്ലേ. ഇമ്പോർട്ട് സീബോൺ SNS കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് അൽഗോരിതത്തിന് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. സോ sklearnൽ SVM എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്പോർട്ട് വെക്ടർ റിഗ്രസർ ആണ്. സോ SVR ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫ്രം sklearn ഡോട്ട് എന്ത് കൊടുക്കുന്നു, SV ലോവർ കേസ് ആണ്, SVM കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. എന്താണ് SVR ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇനീഷ്യലി വേണ്ടുന്ന ഇമ്പോർട്ട്സ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ്
നമ്മുടെ ഹൗസ് പ്രൈസ് ആണ്. ഇവിടെ വരുന്നത് മെയിൻലി ഹൗസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ. സോ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും വന്നത്. സോ നമ്മളിവിടെ റിഗ്രഷൻ ഡാറ്റ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഡാറ്റ ഈക്വൽ ടു എന്ത് കൊടുക്കുന്നുണ്ട്, പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഒരു ഡാറ്റ സെറ്റിന്റെ നെയിം എന്താന്ന് നോക്കുക. നമ്മളിവിടെ ഹൗസ് പ്രൈസ് ലോഡ് ചെയ്തിട്ടില്ലേ, പക്ഷെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഹൗസ് പ്രൈസ് ഡോട്ട് CSV. ഓക്കെ, സോ ആ ഒരു ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്. ഹൗസ് അണ്ടർസ്കോർ പ്രൈസ് ഡോട്ട് CSV കൊടുക്കാം. ദെൻ ഇത് കൊടുക്കുക, ഡാറ്റ കൊടുക്കാം. സോ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഫസ്റ്റ് തന്നെയാണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ക്രൈം റേറ്റ് വരുന്നുണ്ട്. ഇതേപോലെ റെസിറ്റ് ഏരിയ, എയർ ക്വാളിറ്റി, ഓക്കെ. ഇതിൽ വാട്ടർ ബോഡി കാറ്റഗറിക്കലാണ് വരുന്നത്. അതേപോലെ തന്നെ ബസ്റ്റർ അതും കാറ്റഗറിക്കലാണ് വരുന്നത്. എയർപോർട്ടും കാറ്റഗറിക്കലാണ് വരുന്നത്. സോ കാറ്റഗറിക്കൽ കോളംസിനെ കംപ്ലീറ്റ്ലി എന്താക്കേണ്ടി വരും, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ നൾ വാല്യൂസും ഒത്തിരി വരുന്നുണ്ട്. ഞാൻ കണ്ടോ നൾ വാല്യൂസ് ഉണ്ട്. അറൗണ്ട് 506 ആണ് നമ്മുടെ റോ കൗണ്ട്. 19 കോളംസും ഉണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇപ്പം എന്ത് ചെയ്യുക, കോളം നെയിംസ് ഒക്കെ എടുക്കുക. ഡാറ്റ ഡോട്ട് കോളംസ് കൊടുക്കുക, റൺ ചെയ്യുക. സോ എൻറ്റയർ കോളം നെയിം വന്നിട്ടുണ്ട്. ദെൻ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കാം. ഇതുണ്ടോ, 1 2 3 ഒബ്ജക്ട്സ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ന്യൂമറിക്കൽ ഡാറ്റയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നൾ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, സോറി ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, സം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. എന്താണ്, അറൗണ്ട് 155 നൾ വാല്യൂസ് വരുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ കൗണ്ട് ഒന്ന് നോക്കാം. ഓക്കെ, ദെൻ എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്താ വേണ്ടേ എന്നുള്ളത്. വാട്ടർ ബോഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ പേസ്റ്റ് ചെയ്യുക. സിംഗിൾ ക്ലോസ് ചെയ്യുക. സോ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡോട്ട് ഇത് കൊടുക്കുക, വാല്യൂ കൗണ്ട് കൊടുക്കുക കേട്ടോ. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. സോ ഓരോ വാല്യൂവിൻ്റെയും കറസ്പോണ്ടിങ് കൗണ്ട് അവിടെ വരും. സോ റിവറിന് 183യും ലേക്ക് 97, ലേക്ക് ആൻഡ് റിവർ 71 ആണ് നമ്മുടെ ആ ഒരു വാല്യൂ കൗണ്ട് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ വരുന്ന വാല്യൂ റിവർ ആണ്. സോ നൾ വാല്യൂസിന് നമുക്ക് കളയാൻ പറ്റില്ല. അറൗണ്ട് 155 റോസ് വരും. അതേപോലെ തൊട്ട് മുകളിൽ നമുക്ക് ഔട്ട്ലയേഴ്സ് വേറെ കോളത്തിലും കൂടെ വരുന്നുണ്ട്, ഹോസ് ബെഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഫില്ലിങ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ കയ്യിൽ ആ കൂടി 500 കോളംസ് ഉള്ളൂ. അതിൽ 155 റോസും കൂടി ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര നല്ലതായിരിക്കില്ല. കാരണം നമുക്ക് ട്രെയിനിങ്ങിന് നല്ലപോലെ ഡാറ്റ വേണമല്ലോ. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂസ് വെച്ചിട്ട് ഇവിടെ നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, അതായത് വാട്ടർ ബോഡിയിലുള്ള ഏറ്റവും വലിയ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ റിവർ ആണ്. സോ റിവർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അതേപോലെ ഹോസ് ബെഡിൽ നമുക്കൊരു മീൻ ന്യൂമറിക്കൽ ആണല്ലോ കോളം വരുന്നത്. സോ ഒരു മീൻ വാല്യൂ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. വേറെ എവിടെയും ഔട്ട്ലയേഴ്സ് ഇല്ല, ഈ 2 സ്ഥലത്താണ് ഔട്ട്ലയേഴ്സ് വരുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ടർ ബോഡീനെ ഹാൻഡിൽ ചെയ്യാം. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ വാട്ടർ ബോഡി പേസ്റ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈക്വൽ സെയിം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഡോട്ട് ഫിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക,
റിവർ കൊടുക്കുക, സിംഗിൾ ക്ലോസ് ചെയ്യുക, എല്ലാം ക്ലോസ് ചെയ്യുക. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, നൾ വാല്യൂസിനെ കംപ്ലീറ്റ് റിവർ വെച്ചിട്ട് ഫിൽ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. റൺ ചെയ്യാം. ഓക്കെ, സോ ആ ഒരു നൾ വാല്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, എൻഫോഴ്സ് ബെഡ്സ് ആണ് അല്ലേ. സോ ഇത്രയൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സ് അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ ഇത് കൊടുക്കുക, ഡോട്ട് ഫിൽ തന്നെ കൊടുക്കുക, ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മീൻ വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഡോട്ട് മീൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. സോ ഇവിടെ മീൻ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിന് ഹോസ്റ്റ് ബെഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിലെ നൾ വാല്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ദെൻ ഇത് എന്തൊക്കെയാണ് റൺ ചെയ്യുക. ദെൻ അഗെയിൻ നൾ വാല്യൂസിന് ചെക്ക് ചെയ്യാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഡോട്ട് എന്ത് കൊടുക്കുക, സമ്മും കൂടി കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ നമ്മൾ എൻറ്റയർ നൾ വാല്യൂസിനെ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, 3 കോളംസിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ലേബിൾ എൻകോഡർ ആഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലേ. സോ അത് നമുക്ക് ആഡ് ചെയ്യാം. ഐ തിങ്ക് ഇതിലെ ഏതൊക്കെ കോളംസ് ആയിരുന്നു ഇവിടെ നോക്കാല്ലേ. എയർപോർട്ട് വേണം, ബസ്റ്റർ വേണം, അതേപോലെ വാട്ടർ ബോഡി. ഇതിനൊക്കെ ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറിക്കലിനെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ എയർപോർട്ടിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എയർപോർട്ട് ആക്കുന്നുണ്ട്. ഈക്വൽസ് എന്ന് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുക, ബ്രാക്കറ്റ് എൻകോഡറിൻ്റെ സ്പെല്ലിംഗ്, ലേബിൾ എൻകോഡർ കൊടുക്കുക, ബ്രാക്കറ്റിൽ ജസ്റ്റ് ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എയർപോർട്ട് കൊടുക്കുക. കോളൻ നെയിം കറക്റ്റ് അല്ലേന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണേ. ദെൻ ഒരു ഈക്വൽ ടു കൊടുക്കുക, നമ്മുടെ ഒബ്ജക്റ്റ് നെയിം എയർപോർട്ട് കൊടുക്കുക. അതായത് ലേബിൾ എൻകോഡറിൻ്റെ ഒബ്ജക്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, ബിക്കോസ് നമ്മൾ ആ ഒരു ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എയർപോർട്ട് എന്ന് പറയുന്ന ആ ഒരു കോളം നെയിം കൊടുക്കുക. സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, വാട്ടർ ബോഡിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടി ഉണ്ട്. സോ ആ ഒരു കോളത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. സോ ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് എന്ത് ചെയ്യാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വാട്ടർ ബോഡി കൊടുക്കുക. വാട്ടർ ബോഡി എന്നോട് കഴിഞ്ഞ ശേഷം അഗെയിൻ ഈക്വൽസ് കൊടുക്കുക. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് വാട്ടർ ആണ്. വാട്ടർ ഡോട്ട് എന്ത് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. ദെൻ ബ്രാക്കറ്റ്സിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ വാട്ടർ ബോഡി കൊടുക്കുക. ദെൻ സെയിം വേ നമുക്ക് ബസ് തന്നെ കൂടി കൊടുക്കാറുണ്ട്. സോ ബസ്സിൻ്റെ ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് ദെൻ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു കോളം നെയിം ബസ് അണ്ടർസ്കോർ TER കറക്റ്റ് അല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈക്വൽസ് എന്ത് കൊടുക്കുക, ബസ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ബ്രാക്കറ്റിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ റൺ ചെയ്യാം. നെക്സ്റ്റിൽ ഡാറ്റ ഒന്ന് എടുത്ത് നോക്കുക. ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുത്താലും മതി. എല്ലാ കോളംസും ഇത് വാട്ടർ ബോഡി ഓർഡേർഡ് ആയിട്ടുണ്ട്, എയർപോർട്ട് ഓർഡേർഡ് ആയിട്ടുണ്ട്, ബസ്റ്റേഴ്സും ഓർഡർ ആയിട്ടുണ്ട്. സോ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറിക്ക് കോളംസിനെ കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആക്കിയിട്ടുണ്ട്. ദെൻ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് എന്ത് ചെക്ക് ചെയ്ത് നോക്കുക, ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് ചെക്ക് ചെയ്ത് നോക്കുക.
സോ എൻറ്റയർ കോളംസ് ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാർജറ്റ് കോളും അതേപോലെ തന്നെ ഫീച്ചേഴ്സുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ എക്സ് ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ്, നമ്മൾ പ്രൈസ് ആണ് നമ്മൾ ടാർജറ്റ് കോളം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ പ്രൈസിന് തന്നെയാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ. പ്രൈസിന്റെ പി ക്യാപിറ്റൽ അല്ല, പ്രൈസ് കൊടുക്കുന്നുണ്ട്. കോമ ആക്സിസ് ഈക്വൽ ടു 1 കൂടെ കൊടുക്കാം. ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ y ഈക്വൽസ് ഡാറ്റ ഓഫ് സിംഗിൾ കോട്സിൽ പ്രൈസ് കൊടുക്കാം. സോ എക്സും വൈയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, എക്സ് ട്രെയിൻ കൊടുക്കുക. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ നെക്സ്റ്റ് എന്താണ്, വൈ ട്രെയിൻ ആണ്. വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക. ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ്സിൽ നമ്മുടെ ഫീച്ചേഴ്സ് കോമ ടാർജറ്റ് കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുക. ടെസ്റ്റ് സൈസ് ഈക്വൽ ടു ഇത് കൊടുക്കുക 0.2 കൊടുക്കുക കോമ ദെൻ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക. റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 20 കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക കേട്ടോ. സോ ഇത്രയും കഴിഞ്ഞതിന് ശേഷം റൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ലീനിയർ ചെക്ക് ചെയ്ത് നോക്കാം. ലീനിയറിൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഇത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ചേഞ്ചസ് കേർണൽ ചേഞ്ച് ആക്കിയിട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, മോഡൽ ക്രിയേറ്റ് ചെയ്യാം. മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, SVR ഇവിടെ എന്ത് കൊടുക്കുക, SVR കൊടുക്കുക. ബ്രാക്കറ്റിൽ കേർണൽ ഈക്വൽസ് സിംഗിൾ കോട്സിൽ ലീനിയർ കൊടുക്കുക. നമ്മൾ ലീനിയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ലീനിയർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് സീൻ്റെ വാല്യൂ 1 ആയിരിക്കും. അത് ബൈ ഡിഫോൾട്ട് ഉള്ള വാല്യൂ ആണ് കേട്ടോ, ബൈ ഡിഫോൾട്ട് ആണ്. ദെൻ അതേപോലെ തന്നെ ഗാമ എന്ന് പറയുന്നത് സ്കെയിലായിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. എന്താണെന്നൊക്കെ പറയാം കേട്ടോ. ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് സ്കോറിൻ്റെയും ട്രെയിൻ സ്കോറിൻ്റെയും എത്രയാണ് സ്കോർ വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് ഫിറ്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ് ട്രെയിനും വൈ ട്രെയിനും അല്ല ബ്രാക്കറ്റിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് സിംഗിൾ കോട്സിൽ ട്രെയിൻ സ്കോർ കോമ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ ബ്രാക്കറ്റിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്ത് കൊടുക്കുക, പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ടെസ്റ്റ് സ്കോറും കൊടുക്കാം. കോമ മോഡൽ ഡോട്ട് സ്കോർ ബ്രാക്കറ്റിൽ വൈ ടെസ്റ്റ് എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കാം. ഇനി ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. 0.6 ആണ് വരുന്നത് ട്രെയിനിങ് സ്കോർ. അതേപോലെ തന്നെ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 7194 റേഞ്ചിലാണ് വരുന്നത്. നമുക്കിനി മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഇതിൽ തന്നെ ചെറിയ മോഡിഫിക്കേഷൻ, നമ്മൾ സീൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം കോഡ് തന്നെയാണ്, ചെറിയ വേരിയേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കേണൽ കൊടുത്തില്ലായിരുന്നോ, ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞില്ലായിരുന്നു, സിയും ഗാമയും. സോ സീൻ്റെ വാല്യൂ ഒരു 10 ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കമന്റ് ചെയ്ത പോർഷൻ ഞാൻ കളയുന്നുണ്ട് കേട്ടോ. സീൻ്റെ വാല്യൂ 10 കൊടുക്കുന്നുണ്ട്. ഗാമ ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നോക്കാം.
ഓക്കെ. ഇനി നമ്മുടെ പ്രഡിക്ഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. HVR ഓക്കെ. HVR ടൈപ്പ് ഓക്കെ ഓക്കെ. സി അപ്പർ കേസ് ആയിരുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് ചെറിയ വേരിയേഷനേ ഔട്ട്പുട്ടിൽ വന്നുള്ളൂ അല്ലേ. 71 എന്നുള്ളത് ഒരു 72 ആയിട്ടുണ്ട്. അതേപോലെ 685 പകരം 687 ആയിട്ടുണ്ട്. ആ ഒരു ചെറിയ വേരിയേഷനേ അതിൽ വന്നിട്ടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കേണൽ അങ്ങ് മാറ്റി നോക്കാം. ഫസ്റ്റ് ഇതിപ്പോൾ നമ്മൾ നോർമൽ ലീനിയർ നമ്മൾ പറഞ്ഞല്ലോ, ലീനിയർ കേണലാണ്. നെക്സ്റ്റ് RBF എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കമൻറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പിച്ച് പോകുന്നുണ്ട്. RBM അല്ലായിരുന്നു, തെറ്റിപ്പോയതാ. RBF ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം കേണൽ അങ്ങ് മാറ്റി നോക്കാം. അപ്പം സീൻ്റെ വാല്യൂ കൂടി നമുക്കൊന്ന് മാറ്റി നോക്കാം. സോ കമൻറ്റ് പോർഷൻ ഞാൻ കളയുന്നുണ്ട്, ലീനിയർ മാറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, RBF ആക്കുന്നുണ്ട്. അതായത് റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയും RBFനെ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ എന്ത് കൊടുക്കുന്നുണ്ട്, സീൻ്റെ വാല്യൂ ഒരു 20 ആക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. തന്നെ കമൻറ്റ് ചെയ്തണം. റേഡിയൽ ഫംഗ്ഷൻ RBFനെ ഓക്കെ 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 ഓക്കെ. മോഡൽ 1 ആക്കണമായിരുന്നു. ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ 1 ആക്കിയിട്ടുണ്ടായില്ല. സോ സെയിം സ്കോർ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് മോഡൽ 2 ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. മോഡൽ 2 കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മോഡൽ 2 കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. കുറയുവാണ് ചെയ്തത്, ടെസ്റ്റ് സ്കോർ കുറയുവാണ് ചെയ്തത്. സോ RBF യൂസ് ചെയ്തപ്പോഴും ടെസ്റ്റ് സ്കോർ കുറവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കാണുന്നുണ്ട് പോളി എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഓരോ കേണൽസ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്തു നോക്കാം. പോളി ഉണ്ട്, അതിപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് സീൻ്റെ വാല്യൂ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. സി ഈക്വൽ 30 കൊടുത്ത് നോക്കാം. മോഡൽ 2 കഴിഞ്ഞു, ഇത് മോഡൽ 3 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ 4 മോഡൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. സോ അതേപോലെ ഓരോന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ഓരോ അൽഗോരിതംസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ ഹയസ്റ്റ് സ്കോർ, അതായത് മോഡലിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഏതിനാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ്, സീൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്താണ് ടെസ്റ്റിംഗ് സ്കോറും ഇതും കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമുക്കിതിനെ 10 ആക്കി നോക്കാം. എന്താണ് ഗെയിൻ കുറയുവാണ് അല്ലേ. സിക്സ്റ്റിങ് കൊടുത്താലും ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നത്. സോ 13 തന്നെ ഇരിക്കട്ടെ. വലിയ വേരിയേഷനൊന്നും ആ വാല്യൂന്ന് വരുന്നില്ല. ബട്ട് സ്റ്റിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിൽ ട്രെയിനിങ് സ്കോറിനേക്കാളും ടെസ്റ്റിംഗ് സ്കോർ കൂടുതൽ ലീനിയറിൽ വരുന്നുണ്ട്. വേറെ മറ്റ് കേണൽസിൽ വരുമ്പോഴെന്താണ് വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് അതല്ലാതെ ഉള്ളൊരു വലിയൊരു ചേഞ്ചോ വേരിയേഷനോ നമുക്ക് ഇതിൽ കാണുന്നില്ല.
സോ ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മുടെ ടാർജറ്റ് കോളത്തിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് നോർമൽ സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തത്. സോ ഇതിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്തു. ദെൻ എന്തായിരുന്നു, നമ്മൾ കോളംസ് ഒക്കെ ചെക്ക് ചെയ്തു, അതിൽ കാറ്റഗോറിക്കൽ ഏതൊക്കെയാണ് എന്നുള്ളതും ദെൻ ഇതിൽ വരുന്നത് പ്രൈസ് ടാർജറ്റ് കോളം ആണ്. ദെൻ ക്രൈം റേറ്റ് ഉണ്ട് നമുക്ക്, ഇതേപോലെ റെസിപ്റ്റ് ഏരിയ, ഇതൊക്കെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇതിൽ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഫീച്ചേഴ്സിനെയും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഏജ് ഉണ്ട് ഇവിടെ, ദെൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ്, പുവർ പ്രോപ്പർട്ടീസിൻ്റെ തന്നിട്ടുണ്ട്, എയർപോർട്ട് നിയർ ബൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നിട്ടുണ്ട്. ദെൻ വാട്ടർ ബോഡീസ് വന്നിട്ടുണ്ട്, അതേപോലെ എന്താണ് ബസ് സർവീസ് ഉണ്ടോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, പാർക്സ് ഉണ്ടോ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഒക്കെ വളരെ ചെറിയ ചെറിയ വാല്യൂസ് ആണ് നമുക്ക് അതിൽ ഔട്ട് വരുന്നത്. ദെൻ നമ്മൾ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി. ദെൻ നൾ വാല്യൂസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഡിസ്ക്രൈബ് നോക്കിയില്ല, ഇൻഫോയും ഡിസ്ക്രൈബും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയില്ല അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് മീൻ സ്ക്വയർഡ് എറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതേപോലെ ആർട്ടിസ്റ്റ് സ്കോർ റിഗ്രഷൻ അല്ലേ, സോ അത് രണ്ടും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇമ്പോർട്ട്സിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇമ്പോർട്ട് അല്ല, ഫ്രം sklearn dot metrics import കൊടുക്കുക, means squared underscore error കൊടുക്കുക. ഇതേപോലെ R2 സ്കോറും കൂടി കൊടുക്കുക. ദെൻ അതൊന്നും കൂടി റൺ ചെയ്യുക. ദെൻ അതിനുശേഷം ആവശ്യത്തിനുള്ള ഇമ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ കോളംസിനെയും ഈക്വലായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാം. സോ ഫ്രം, ബിക്കോസ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്ര നല്ല പ്രിഡിക്ഷൻസ് അല്ലല്ലോ നമുക്ക് തന്നത്, കുറവല്ലേ. സോ നമുക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രീ പ്രോസസ്സിങ് ഇമ്പോർട്ട് കൊടുക്കാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ നോർമൽ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഗ്രിഡ് സെർച്ച് CV എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്, വേണമെങ്കിൽ അത് നോക്കാം. ഗ്രിഡ് സെർച്ച് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡാറ്റ എല്ലാം ലോഡ് ചെയ്തിരുന്നു. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന 4 കോളംസ് ഇല്ലേ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്, ആ 4 കോളംസിനെ, അതായത് ഡിസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ കോളം ആക്കിയിട്ട് മാറ്റാം കേട്ടോ. സോ അത്രയും എന്താണ് ഫീച്ചേഴ്സിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഡിസ്റ്റ് 1 ഡിസ്റ്റ് 2 ഡിസ്റ്റ് 3 എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അങ്ങ് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ നമുക്കൊരു സിംഗിൾ കോളത്തിൽ അങ്ങ് ആഡ് ചെയ്യാം. സോ ഈ 4 കോളത്തിന് പകരം ഒറ്റ കോളം എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസിനെ കമ്പൈൻ ചെയ്യാം.
അതൊന്ന് നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നൾ വാല്യൂസിനൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ലേബൽ ആൻഡ് ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. സോ ട്രെയിനിങ്ങിന് മുമ്പായിട്ട് കൊടുക്കാം കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കോളമായിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. DF അല്ല, ഡാറ്റയാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം നെയിം. ബ്രാക്കറ്റിലെ സിംഗിൾ കോട്ട്സിൽ നമ്മുടെ പുതിയ കോളത്തിൻ്റെ നെയിം എന്താണ്, ആവറേജ് ഡിസ്റ്റ് ആണ്. ആവറേജ് ഡിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, ഡാറ്റ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം കൊടുക്കാൻ കോളം നെയിംസ്. ഇത് കൊടുക്കുക, കോളം നെയിംസ് നമുക്ക് വേണം അല്ലേ. ഒത്തിരി ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ ഞാൻ ലിസ്റ്റ് 4 മാത്രം കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാക്കുക 3 ആക്കുക, 2 then 1. സോ ഡിസ്റ്റ് 1, ഡിസ്റ്റ് 2, ഡിസ്റ്റ് 3, ഡിസ്റ്റ് 4 ആണ് നമുക്ക് വേണ്ടത്. സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക അതിനൊക്കെ. ദെൻ ഇവിടെയും ഓരോന്നിനെയും 1 by 1 ആയിട്ട് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ മീൻ കണ്ടുപിടിക്കുക. ഇത് കോളം വൈസ് ഉള്ള മീൻ. ആക്സിസ് ഈക്വൽസ് 1. ഓക്കെ, സോ ഇതിൻ്റെ മീനാണ് ഇത് വരിക. ആവറേജ് ഡിസ്റ്റൻസിൽ വരേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 4 കോളംസിനെയും ഡ്രോപ്പ് ചെയ്ത് കളയുക. സോ ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡ്രോപ്പ് കൊടുക്കുക, ബ്രാക്കറ്റിൽ കോളംസ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും കോളം നെയിം അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യേണ്ടവർക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കോളം നെയിംസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു കോമ കൊടുക്കുക. ഇൻ പ്ലേസ് ഈക്വൽസ് എന്ത് കൂടി കൊടുക്കണം, 2 കൊടുക്കണം. ബിക്കോസ് നമ്മൾ ആ ഒരു ചേഞ്ച് നമ്മുടെ ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ചേഞ്ചസ് ആണ്. സോ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, ഇതേപോലെ യൂസ് ചെയ്യണം. അതായത് ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കണം. ഓക്കെ, ദെൻ ആ സെല്ലിനെ റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അത് റൺ ആയിട്ടുണ്ട്. സോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് എന്ത് ചെയ്യുക, ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുത്ത് നോക്കുക. കോളംസ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ 4 കോളംസ് പോയിട്ടുണ്ട്. പകരം ലാസ്റ്റ് ആവറേജ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് പുതിയൊരു കോളം അവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊരു സ്റ്റെപ്സ്. പിന്നെ നമ്മൾ നൾ വാല്യൂസിനൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്തിരുന്നു. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് ഡമ്മീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറ്, നമ്മുടെ ചോയ്സ് ആണ്. ഇത് നമ്മൾ ഫീച്ചേഴ്സും ടാർഗറ്റും സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ദെൻ അത് കഴിഞ്ഞ ശേഷം ട്രെയിനിങ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ദെൻ ട്രെയിനിങ് ടെസ്റ്റിങ്ങിൻ്റെ നമ്മൾ കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ 20 ആണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് എക്സ് അണ്ടർസ്കോർ ട്രെയിൻ ഡോട്ട് എന്ത് കൊടുക്കുക, ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കോമ എക്സ് ഡോട്ട് ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 404 കോളംസ് ട്രെയിനിങ്ങിനും 102 കോളംസ് ടെസ്റ്റിങ്ങിനും ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 19 അല്ല 18 കോളംസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ബിക്കോസ് ഈ ഒരു സെല്ലിന് നമ്മൾ റൺ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, 15 ആയിട്ടുണ്ട്. ഓക്കെ, സോ കോളം കൗണ്ടിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രെയിൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, സ്കെയിലർ കൊടുക്കുക. അതായത് ഈക്വലി എല്ലാ കോളംസിനെയും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് സ്കെയിലർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുക്കണ്ട. ദെൻ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക എക്സ്
എക്സ്ട്രെയിൻഡ് സ്കെയിലിനോ എന്ത് വേണേലും നമുക്ക് കൊടുക്കാം, നമുക്ക് മനസ്സിലായാൽ മതി. എക്സ്ട്രെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, നമ്മുടെ ഒബ്ജക്റ്റിന്റെ നെയിം ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. ബിക്കോസ് ആ ഒരു ചേഞ്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ്ട്രെയിനെ പാസ് ചെയ്യുക. സോ എക്സ് അണ്ടർസ്കോർ ട്രെയിനെ പാസ് ചെയ്യുക. ആസ് ദ സെയിം വേ എക്സ് ടെസ്റ്റിനെയും കൂടി കൊടുക്കുക. സോ എക്സ് ടെസ്റ്റ് അണ്ടർസ്കോർ സ്കെയിൽ കൊടുക്കുക ഈക്വൽസ് സ്കെയിലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം, ദെൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ കേർണലിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ. സോ 0.6ഉം 7.1 ഒക്കെയാണ് വന്നിരുന്നത്. ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 0.671 പകരം 6.9 എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട് ലീനിയറിൽ. ദെൻ മോഡൽ 1 വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ വേരിയേഷൻ എന്ന് പറയാൻ ഇല്ല അല്ലേ. ഓക്കെ, നമ്മൾ എക്സ്ട്രെയിൻ തന്നെയാണ് കൊടുത്തത് അല്ലെ, സ്കെയിലല്ല കൊടുത്തത്. എക്സ്ട്രെയിൻഡ് അല്ല, എക്സ്ട്രെയിൻ. ഓക്കെ, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, ഇവിടെ എന്തുവാ ചെയ്യാം, എക്സ്ട്രെയിൻ അണ്ടർസ്കോർ സ്കെയിലിൽ കൊടുക്കാം. അണ്ടർസ്കോർ സ്കെയിലിൽ എല്ലാത്തിനും ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. then ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. താഴെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോളി കൊടുത്തും എല്ലായിടത്തും എന്താക്കുന്നുണ്ട്, എക്സ്ട്രെയിൻ്റെയും എക്സ്റ്റെസ്റ്റിൻ്റെയും നമ്മളങ്ങ് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടി റൺ ചെയ്ത് നോക്കാം. അയ്യോ, മൈനസ് വാല്യൂ ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് സ്കെയിലാണ് യൂസ് ചെയ്തിപ്പോൾ മൈനസ് വാല്യൂ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്താ വരുന്നതെന്ന്. ഓക്കെ, കംപ്ലീറ്റ്ലി നെഗറ്റീവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്ട്രെയിൻ സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്സ് ടെസ്റ്റ് സ്കെയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ദെൻ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ 0.06 ഒക്കെയാണല്ലോ വരുന്നത് കംപ്ലീറ്റ്ലി. എന്താ SVM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SVR നമ്മൾ യൂസ് ചെയ്തതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കംപ്ലീറ്റ്ലി നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. RBF യൂസ് ചെയ്തപ്പോഴും നമുക്ക് വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല അല്ലേ. റേഡിയൽ ബയാസ് യൂസ് ചെയ്തപ്പോഴും -1 മൈനസ് വാല്യൂ തന്നെയാണ് സ്റ്റിൽ വരുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ. സ്റ്റാൻഡർഡൈസേഷൻ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും അപ്പോൾ ബെറ്റർ. ബിക്കോസ് നെഗറ്റീവ് വാല്യൂസ് അല്ല ഔട്ട്പുട്ട് വരുന്നത്. അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂസ് എങ്കിലും വേണ്ടതല്ലേ. സോ എന്ത് ചെയ്യണ്ട, സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യേണ്ട ഒരു പോർഷൻ അങ്ങ് കമൻറ്റ് ചെയ്യുവാണ്. തന്നെ ഇവിടുത്തെ സ്കെയിൽഡ് എന്നുള്ളത് നമ്മൾ കളയുവാണ് കേട്ടോ. പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയായിരിക്കും ബെറ്റർ. സോ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിലേതാണ് നല്ല സ്കോർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാതെ ആദ്യം ഒരെണ്ണം ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ടും ഓരോന്നും ചെയ്ത് നോക്കിയായിരുന്നു. അതേപോലെ എന്താണ് നമ്മുടെ കേർണൽ ഡിഫറെൻറ്റ് ലീനിയർ മാറ്റിയിട്ട് ഓരോ ഡിഫറെൻറ്റ് കേർണൽസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. സോ ഓരോ കേർണൽ അനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ടോ, നമ്മുടെ ഡാറ്റ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. സോ ഇപ്പം നമുക്ക് മനസ്സിലായി സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്താൽ ബെറ്റർ മോഡൽ അല്ല കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുവാണ്. നമുക്ക് 6.6 തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ വാല്യൂ എന്ന് പറയുന്നത്. നെഗറ്റീവിനേക്കാളും ബെറ്റർ ഇതാണ്, പോസിറ്റീവ് വാല്യൂ ആണ്. ബട്ട് ഇതത്ര നല്ല മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബട്ട് ബെറ്റർ ആണ്. നമ്മൾ ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വിഷ്വലൈസേഷനും കൂടി ആഡ് ചെയ്യാം. സോ പ്രെഡിക്ഷൻ്റെ വൈറ്റ് സ്പ്രെഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രെഡിക്ഷൻ്റെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. y_pred ഈക്വൽസ് എന്ത് കൊടുക്കുക, SVR കൊടുക്കുന്നത് മോഡൽ ഡോട്ട് എന്ത് കൊടുക്കുക, പ്രെഡിക്റ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ ടെസ്റ്റ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സ്കാറ്റർ പ്ലോട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് എന്ത് കൊടുക്കുക, സ്കാറ്റർ കൊടുക്കുക. ബ്രാക്കറ്റിൽ y ടെസ്റ്റും y പ്രെഡും കൊടുക്കാം. ഓക്കെ, y ടെസ്റ്റ് എന്താണ് y പ്രെഡ് കൊടുക്കുക. ഇത് രണ്ടിൻ്റെയും സ്കാറ്റർ പ്ലോട്ടാണ് നമുക്ക് വേണ്ടത്. ദെൻ ലേബിൾ ആഡ് ചെയ്യാനുണ്ട്. സോ PLT ഡോട്ട് x ലേബിൾ ആഡ് ചെയ്യുക. ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ ആക്ച്വൽ പ്രൈസ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് y പ്രിഡിക്റ്റഡ്, y ലേബിളായിട്ട് പ്രിഡിക്റ്റഡ് വാല്യൂസ് കൊടുക്കാം. y ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, പ്രിഡിക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പ്രിഡിക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബെറ്റർ മോഡൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതും അതിൽ തന്നെയല്ലേ. സോ മോഡൽ 1 ആയാലും 2 ആയാലും ഓക്കെയാണ്. അതുകൊണ്ടാണ് മോഡൽ കൊടുത്തത് കേട്ടോ. ട്രെയിനിങ്ങിനേക്കാളും ബെറ്റർ സ്കോർ ടെസ്റ്റിങ്ങിൽ കിട്ടുന്നുണ്ട്, 69 അറൗണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു മോഡൽ കൊടുത്തത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എക്സ് ലേബിളും വൈ ലേബിളും കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിലും കൂടി ആഡ് ചെയ്യണം. PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക. ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ആക്ച്വൽ വേഴ്സസ് പ്രിഡിക്റ്റഡ് പ്രൈസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് PLT ഡോട്ട് ലോട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റിൻ്റെ മിനിമം വാല്യൂ വേണം. സോ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് ഡോട്ട് മിനിമം വാല്യൂ. ദെൻ അത് കഴിഞ്ഞ ശേഷം വൈ ടെസ്റ്റ്
ഡോട്ട് മാക്സിമം വാല്യൂ. അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമയുടെ ദെൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വൈ ടെസ്റ്റിൻ്റെ y_test ഡോട്ട് മിനിമം വാല്യൂ മിനിമം കൊടുക്കുക, കോമ വൈ ടെസ്റ്റ് ഡോട്ട് മാക്സിമം വാല്യൂ വേണം, മാക്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വേണം, അതുകൊണ്ട് എന്ത് ചെയ്യുവാണ് ആർ മൈനസ് മൈനസ് കൊടുക്കുന്നുണ്ട്. മൈനസ് മൈനസ് ഹൈഫൺ ഹൈഫൺ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പി എൽ ടി ഡോട്ട് ഷോ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സ്കാറ്റർ പ്ലോട്ട് എങ്ങനെയാണ് വരുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റ ആയിട്ടാണ് വരുന്നത്, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലൊന്നുമല്ല, ബട്ട് എന്നാലും എന്താണ് ലീനിയർലി സെപ്പറബിൾ അല്ല അല്ലേ. നമ്മുടെ ഡാറ്റ പോയിന്റ്സ് കണ്ടോ, ഒറ്റ ലൈൻ വരച്ചു, നമുക്ക് ലീനിയർലി നമ്മുടെ ഡാറ്റയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്ത് ചെയ്ത് നോക്കുക, ലീനിയർ റിഗ്രഷൻ, ഇത് റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണെന്ന് അറിയാമല്ലോ. സോ ഇതിൽ ലീനിയർ റിഗ്രഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതേപോലെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ വൈ ടെസ്റ്റും എക്സ് ടെസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ ലീനിയർ റിഗ്രഷൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആസ് ദ സെയിം വേ എന്തും കൂടെ ചെയ്ത് നോക്കുക, ഡിസിഷൻ ട്രീ. നമ്മളിവിടെ ഡിഫറെൻറ്റ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തില്ലേ SVR യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ റിഗ്രസർ, റാൻഡം ഫോറസ്റ്റ് റിഗ്രസർ ഒക്കെ താഴെ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റിലേക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇമ്പോർട്ട് അല്ല ഫ്രം sklearn dot linear underscore model import എന്ത് കൊടുക്കുക, ലീനിയർ റിഗ്രഷൻ കൊടുക്കുക കേട്ടോ. ദെൻ ആ ഒരു ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക, എല്ലാ ക്യാപിറ്റലാണ്, ലീനിയർ റിഗ്രഷൻ. അതേപോലെ ഡിസിഷൻ ട്രീ, ഇവിടുന്ന് ലീനിയർ മോഡൽ കഴിഞ്ഞതിന് ശേഷം sklearn ഡോട്ട് ട്രീ കൊടുക്കുക, ഇമ്പോർട്ട് ഡിസിഷൻ ട്രീ റിഗ്രസർ കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ലീനിയർ മോഡലാണ് ചെയ്തിട്ടുള്ളത്, ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ 3 വരെ ചെയ്തിട്ടുണ്ട്, അല്ല മോഡൽ 4 ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ 4 ഈക്വൽസ് എന്ത് കൊടുക്കുക, SVR കൊടുക്കുന്നതിന് പകരം ലീനിയർ റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്താണ് മോഡൽ 4 ഡോട്ട് ഫിറ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ്ട്രീം കോമ വൈട്രീം കൊടുത്തു നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, ലാസ്റ്റ് 2 പ്രിന്റും അങ്ങ് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ത്രീക്ക് പകരം ഇവിടെ 4 കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. 72 ട്രെയിനിങ്ങിനും 69 ടെസ്റ്റിങ്ങിനാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാൻ പറ്റും. സ്റ്റിൽ നമുക്ക് ആ 70-60 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ടാർജറ്റ് കോളം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് സ്കോറും ട്രെയിനിങ് സ്കോർ വരുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പഠിച്ച അൽഗോരിതംസ് ഉണ്ടല്ലോ, റിഗ്രഷൻ അൽഗോരിതംസ്, സൂപ്പർവൈസ്ഡിൽ പോവുക, KNN ചെക്ക് ചെയ്ത് നോക്കുക, ലീനിയർ റിഗ്രഷൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, അതേപോലെ റാൻഡം ഫോറസ്റ്റും കൂടി നെക്സ്റ്റിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റിലേക്ക് നമ്മളത് നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യും, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ടെസ്റ്റിംഗ് സ്കോറും ട്രെയിനിങ് സ്കോറും കൂടുതൽ ഇതിലാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ 0.7 ഒക്കെയാണ്, കുഴപ്പമില്ല, ബട്ട് അത്ര നല്ല മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ നമ്മുടെ ബെസ്റ്റ് മോഡൽ ഏത് അൽഗോരിതത്തിലാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സോ ഇതിൽ ലീനിയർ റിഗ്രഷൻ കൊടുത്തപ്പോൾ എന്താണ് 72
അറൗണ്ട് ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോർ എത്ര വരുന്നുണ്ട്, 69 എന്നുള്ള റേഞ്ചിൽ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 60 ഇത് അത്ര നല്ല മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇതും ആ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ കുറവാണ്, 70 അറൗണ്ട് ഒന്നുമില്ല. സോ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലീനിയർ റിഗ്രഷൻ ആയിരിക്കും കുറച്ചും കൂടി ഈ ഒരു ഡാറ്റയ്ക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അങ്ങനെ ഓരോ മോഡലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. റിഗ്രഷൻ ഡാറ്റാ സെറ്റിൽ ഏത് അൽഗോരിതം ആണ് ഈ ഡാറ്റാ സെറ്റിന് ബെറ്റർ ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയാണ് എടുക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിലെ കേർണൽസിൻ്റെ കാര്യം നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. അതേപോലെ SVMൻ്റെ ക്ലാസിഫയർ നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഡാറ്റാ സെറ്റ് ഞാൻ ഗ്രൂപ്പിലിടാം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.